BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. കൈവിടാനാവില്ലല്ലോ ഉയിരായെന്നും നിങ്ങളുണ്ട്. ഉരുളെടുക്കാത്ത ഓർമ്മകൾക്ക് മുൻപിൽ അവർ ഒത്തുകൂടി. തോരാതെ പെയ്ത മഴയിൽ ഉള്ളുലച്ച് ഉരുളെടുത്തവരുടെ ഓർമ്മകളുമായി ഒരിക്കൽ കൂടി ഉറ്റവരെത്തി. പ്രിയപ്പെട്ടവരെ തേടി പൂക്കളും മിഠായികളും തളിർവെറ്റിലയും അങ്ങനെ മണ്ണിലുറങ്ങുന്നവർക്ക് പ്രിയപ്പെട്ട പലതും നെഞ്ചിൽ ചേർത്ത് പിടിച്ചാണ് അവർ ഓരോരുത്തരും വന്നത്. ഉരുൾ കാർന്നു തിന്ന ഭൂമിയിൽ കൂറ്റൻ ബോർഡ് പതിച്ച് ഉയിരറ്റുപോയെങ്കിലും ഈ മണ്ണിൽ ചിതറിയ ഓർമ്മപ്പൊട്ടുകളാൽ ഉയിരായെന്നും നിങ്ങളുണ്ട് എന്ന അക്ഷരങ്ങൾ കോറിയിട്ട കൂറ്റൻ ഫ്ലക്സിലെ കുഞ്ഞു ചിത്രങ്ങൾ തപ്പിപ്പിടിച്ച് ഉറ്റവരെ തിരഞ്ഞു. കൂപ്പുകൈകളോടെ ചിലർ പൊട്ടിക്കരഞ്ഞു, ചിലർ ഈറൻ കണ്ണുകളടച്ച് ഓർമ്മകളിൽ സ്വയം അലിഞ്ഞു. പ്രാർത്ഥനകളും പുഷ്പാർച്ചനകളുമായി രാവിലെ മുതൽ നിറഞ്ഞിരിക്കുകയാണ് ഹൃദയഭൂമി. ജൂലൈ 30 ഹൃദയഭൂമിയിലേക്ക് കടക്കുന്ന വഴിയിൽ ഒരുമിച്ച് താമസിച്ച് ഒരു മഴയിൽ പലതായി ചിതറിയവർ അവിടെ വെച്ച് ഏറെ നാൾ കൂടി പരസ്പരം കണ്ടു. അയൽക്കാരായിരുന്നവരെ കാണുമ്പോൾ വിരിയുന്ന പുഞ്ചിരി അതിവേഗം കണ്ണീരാകുന്നുണ്ട് ഈ വഴികളിൽ. പ്രാർത്ഥനകൾക്ക് ശേഷവും മടങ്ങാതെ അവർ ഇവിടെ തുടരുന്നു. സർവ്വമത പ്രാർത്ഥന നടക്കും. മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പ്രാർത്ഥനയിൽ പങ്കെടുക്കും. ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഒരാണ്ട് തികയുമ്പോൾ ഊരുപോയവരുടെ വിലാപങ്ങൾ മണ്ണോട് ചേർന്ന് കിടപ്പുണ്ട്. ആയുഷ്കാലത്തെ അധ്വാനത്തിലൂടെയുണ്ടാക്കിയ വീടും സമ്പാദ്യവും കൃഷിയിടങ്ങളും എല്ലാം നഷ്ടമായവർ വാടക വീടുകളിലും ഷെൽട്ടർ ഹോമിലും ദൈന്യജീവിതം നയിക്കുന്ന കണ്ണീർ കാഴ്ച. നഷ്ടപ്പെട്ടതൊന്നും വീണ്ടെടുക്കാനാകില്ലെന്ന തിരിച്ചറിവ് നൽകുന്ന പകപ്പ് അത്ര ചെറുതല്ല. ജീവിതം വീണ്ടും കരുപിടിപ്പിക്കുവാനുള്ള പോരാട്ടത്തിൽ നിന്നും അവർക്ക് ഇനിയും കരകയറാനായിട്ടില്ല. വേദനയുടെ മുറിവുകളിൽ നിന്നും അവർ ഇനിയും മുക്തരാക്കേണ്ടതുണ്ട്. തേങ്ങയുടെ വില കേട്ടപ്പോൾ ഓർമ്മ വന്ന അമ്മ രുചി. പണ്ട് കിഴക്കേ തൊടിയിൽ വടക്കോട്ട് ചാഞ്ഞു നിന്നിരുന്ന വലിയൊരു കശുമാവുണ്ടായിരുന്നു. മഞ്ഞ നിറമുള്ള മധുരമുള്ള പഴങ്ങളും ഭംഗിയുള്ള ചെറു കശുവണ്ടികളും ഉണ്ടാകുന്ന ഒരു വയസ്സൻ കശുമാവ്. മധ്യവേനൽ അവധിയായാൽ കൂട്ടുകാർക്കൊപ്പം ഞങ്ങൾ മുളങ്കമ്പുകൾ കൊണ്ടും കവുങ്ങിന്റെ ഓല കൊണ്ടും മാടം കെട്ടി കളിച്ചിരുന്നത് ആ കശുമാവിൻ ചുവട്ടിലായിരുന്നു. പറമ്പിലെ കശുമാവുകളിൽ നിന്നും ശേഖരിക്കുന്ന കശുവണ്ടി പെറുക്കിക്കൂട്ടി ആഴ്ചയിലൊരിക്കൽ ചന്തയിൽ കൊണ്ടുപോയി വിറ്റുകിട്ടുന്ന നാണയങ്ങളായിരുന്നു അക്കാലത്തെ വേനൽ ദിനങ്ങളിലെ കുടുംബ വരുമാനം. കറിക്കരയ്ക്കുവാൻ തേങ്ങയില്ലാത്ത ദിവസങ്ങളിൽ അമ്മ കശുമാവിൻ തോട്ടിൽ നിന്നും പെറുക്കിയെടുക്കുന്ന കശുവണ്ടി ചുട്ട് തല്ലിപ്പരിപ്പെടുത്ത് മുളകും മഞ്ഞളും ചേർത്ത് അമ്മിക്കല്ലിൽ അരച്ച് രുചികരമായ മീൻകറി ഉണ്ടാക്കി തരാറുണ്ട്. തേങ്ങയുടെ വില കേട്ട് പേടിച്ചതുകൂടിയാണ് ഇന്ന് ആ അമ്മ രുചി ഒന്നാവർത്തിക്കുവാനുള്ള മോഹം ജനിപ്പിച്ചത്. ഭൂകമ്പം. ജപ്പാനിൽ തിമിംഗലങ്ങൾ തീരത്തടിഞ്ഞു. തുറമുഖങ്ങൾക്ക് കേടുപാട്. ഹവായിയിൽ ഉയർന്ന ജാഗ്രതാ നിർദ്ദേശം. കംചട്ക ഉപദ്വീപിലെ ഭൂകമ്പത്തിന് പിന്നാലെ റഷ്യയുടെയും ജപ്പാന്റെയും തീരത്ത് 4 മീറ്ററോളം ഉയരത്തിൽ സുനാമി തിരമാലകൾ അടിച്ചെന്ന് റിപ്പോർട്ടുകൾ. റഷ്യയുടെ തെക്ക് കിഴക്കൻ ഭാഗത്തെ കംചട്കയിൽ ബുധനാഴ്ച രാവിലെയാണ് 8.8 തീവ്രതയുള്ള ഭൂകമ്പം ഉണ്ടായത്. 1952 ശേഷം ഈ മേഖലയിലുണ്ടായ ഏറ്റവും തീവ്രതയേറിയ ഭൂകമ്പമാണ് ഇതെന്നാണ് വിവരം. ജപ്പാൻ തീരത്തെ തുറമുഖങ്ങൾക്ക് സാരമായ കേടുപാടുകളുണ്ടായത് കൂടാതെ നിരവധി തിമിംഗലങ്ങളും തീരത്തടിയുവാൻ സുനാമി തിരമാലകൾ കാരണമായി. ചിബയിലെ ടട്ടയാമ നഗരത്തിൽ തിമിംഗലങ്ങൾ തീരത്തടിഞ്ഞതിന്റെ ദൃശ്യങ്ങൾ ജപ്പാനിലെ വാർത്താ ചാനലുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. വലുപ്പമേറിയ തിമിംഗലങ്ങളും തീരത്തേക്ക് എത്തിപ്പെട്ടേക്കാമെന്ന് ജപ്പാന്റെ ദേശീയ മാധ്യമമായ NHK റിപ്പോർട്ട് ചെയ്തു. ഏലത്തിനും കുരുമുളകിനും വില ഹൈ റേഞ്ചിൽ. നഷ്ടം നികത്താമെന്ന പ്രതീക്ഷയിൽ കർഷകർ. ആഭ്യന്തര വിപണിയിലെ ഉയർന്ന ആവശ്യം മൂലം ഏലം കുരുമുളക് വിലകളിൽ ഉണ്ടായ ഉയർച്ച ഹൈ റേഞ്ചിന് പ്രതീക്ഷയാകുന്നു. നിലവിൽ കട്ടപ്പന ആഭ്യന്തര വിപണിയിലെ ഉയർന്ന ആവശ്യം മൂലം ഏലം കുരുമുളക് വിലകളിലുണ്ടായ ഉയർച്ച നിലവിലെ ഉൽപാദനം കുറവാണെങ്കിലും ഉയർന്ന വില ലഭിക്കുന്നത് പ്രതിസന്ധികൾക്ക് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. വില അതേപടി നിലനിന്നാൽ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ നഷ്ടം നികത്താമെന്നും ഇവർ കരുതുന്നു. കോവിഡ് കാലത്ത് ഹൈറേഞ്ചിലെ ആഭ്യന്തര വിപണിയിൽ ആവശ്യക്കാർ ഇല്ലാതായതോടെ കിലോയ്ക്ക് 250 മുതൽ 270 രൂപയായിരുന്നു കുരുമുളകിന് വില. നിലവിൽ 660 രൂപയാണ്. ഏലത്തിന്റെ വില 4 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ്. 2600 മുതൽ 3200 വരെയുണ്ട്. എങ്കിലും പ്രതീക്ഷിച്ചതുപോലെ ഉൽപാദനം ഉയരാത്തത് ചെറിയ ആശങ്കയാണ്. ഉമ്മ, ഞാൻ 2ാമത് ഗർഭിണിയാണ്. വയറ്റിൽ ചവിട്ടി. വാട്സ്ആപ്പ് സന്ദേശം പിന്നാലെ യുവതി മരിച്ച നിലയിൽ. യുവതിയെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വെള്ളാങ്ങല്ലൂർ കരുമാത്ര നൌഫലിന്റെ ഭാര്യ ഫസീലയെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ചൊവ്വാഴ്ചയായിരുന്നു സംഭവം. ഭർത്തൃപീഡനമാണ് മരണത്തിന് കാരണമെന്ന് യുവതിയുടെ ബന്ധുക്കൾ ആരോപിച്ചു. ജീവൻ ഒടുക്കുന്നതിന് തൊട്ടുമുൻപ് ഫസീല താൻ നേരിട്ട പീഡനത്തെക്കുറിച്ച് വെളിപ്പെടുത്തി മാതാവിന് വാട്സ്ആപ്പ് സന്ദേശം അയച്ചിരുന്നു.
താൻ രണ്ടാമതും ഗർഭിണിയാണെന്നും നൌഫൽ വയറ്റിൽ ചവിട്ടിയെന്നും മരിക്കാൻ പോകുകയാണ് എന്നുമായിരുന്നു സന്ദേശം. ജീവൻ പോലും നോക്കാതെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സിനിമയാണ് പരാജയപ്പെട്ടു, ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. സൂര്യയെ നായകനാക്കി താൻ ഒരുക്കിയ എതിർക്കും തുനിന്തവൻ എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടുവെന്ന് സമ്മതിച്ച് സംവിധായകൻ പാണ്ടിരാജ്. 3 വർഷത്തോളം ആ ചിത്രത്തിനു വേണ്ടി അധ്വാനിച്ചുവെങ്കിലും നല്ല ഫലം കിട്ടിയില്ലെന്നും പാണ്ടിരാജ് പറഞ്ഞു. എന്നാൽ സൂര്യ നായകനായി പിന്നീട് വന്ന ചിത്രങ്ങൾക്ക് എതിർക്കും തുനിന്തവന്റെ കളക്ഷൻ മറികടക്കുവാൻ സാധിച്ചില്ലെന്നും സംവിധായകൻ കൂട്ടിച്ചേർത്തു. സിനിമാ ഉലകം എന്ന മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് എതിർക്കും തുനിന്തവൻ എന്ന ചിത്രം പരാജയമായിരുന്നെന്ന് പാണ്ടിരാജ് സമ്മതിച്ചത്. കോവിഡ് കാലത്ത് 3 വർഷത്തോളം എതിർക്കും തുനിന്തവൻ എന്ന ചിത്രത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തെന്നും അദ്ദേഹം പറഞ്ഞു. കൂടുതൽ കഠിനാധ്വാനം ചെയ്യുകയും അദ്ദേഹത്തിന്റെ സഹോദരൻ കൂടിയായ സൂര്യയ്ക്ക് വേണ്ടി കുറച്ചു മാത്രം പ്രവർത്തിക്കുകയും ചെയ്തു എന്ന റിപ്പോർട്ടുകൾ പാണ്ടിരാജ് നിഷേധിക്കുകയും ചെയ്തു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ഏഷ്യ കപ്പിൽ കളിക്കുവാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു സഞ്ജു സാംസൺ. ഏഷ്യ കപ്പിൽ കളിക്കുവാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ ദുബായിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദുബായിൽ കളിക്കാൻ കഴിയുന്നത് ആവേശത്തോടെയാണ് കാണുന്നത്. ആ ദിവസത്തിനു വേണ്ടി കാത്തിരിക്കുന്നു. മുൻപ് ദുബായിൽ കളിക്കുമ്പോൾ വലിയ പിന്തുണയാണ് ആരാധകരിൽ നിന്നും ലഭിച്ചതെന്നും സഞ്ജു പറഞ്ഞു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.